സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം സ്വപ്നഭൂമിയാണ് നോർവേ. സവിശേഷമായ സ്കാൻഡിനേവിയൻ സംസ്കാരവും അതിമനോഹരമായ പ്രകൃതിയും വേറിട്ട് നിർത്തുന്നൊരു നാട്. ഇന്ന് നാം സന്ദർശിക്കുന്നത് നോർവേയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള ബെർഗൻ നഗരമാണ്. ഒരു കാലത്ത് നോർവേയുടെ തലസ്ഥാനമായിരുന്ന നഗരം. യൂറോപ്യൻ വ്യാപാരി സംഘമായിരുന്ന ഹാൻസിയാറ്റിക് ലീഗിനുണ്ടായിരുന്ന സ്വാധീനമാണ് ഈ നഗരത്തെ ഇന്ന് കാണുന്ന വിധത്തിൽ രൂപപ്പെടുത്തിയതെന്ന് പറയാം. നഗരത്തിലെ പല സ്മാരക മന്ദിരങ്ങളും ആ കാലഘട്ടത്തിന്റെ സംഭാവനയാണ്. ഉൾക്കടലും ഫ്യോർഡുകളും മലനിരകളും ഉൾപ്പെടുന്ന ഭൂപ്രകൃതിയാണ് ബെർഗന്റെ മറ്റൊരു അട്രാക്ഷൻ. പോകാം ബെർഗന്റെ കാഴ്ചകളിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് ബെർഗൻ നഗരത്തിലെ പ്രധാനപ്പെട്ട 10 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം ടോർഗാൾമെനിങ്ങൻ സ്ക്വയർ, തുടർന്ന് ഫിഷ് മാർക്കറ്റ്, പിന്നെ ബ്രിഗൻ ഹാൻസിയാറ്റിക് വാർഫ്, അടുത്തതായി ബെർഗൻ ഹൂസ് ഫോർട്രസ്, പിന്നെ ഒരു ഫ്യോർഡ് ക്രൂസ്, തുടർന്ന് ഫെഡറിക്സ് ബെർഗ് ഫോർട്രസ്, അടുത്തതായി മൗണ്ട് ഫ്ലോയൻ, അവിടെ നിന്നും ഫാൻഡോഫ്റ്റ് സ്റ്റേവ് ചർച്ച്, പിന്നെ ട്രോൾ ടുംഗ, അവസാനമായി വോറിങ്സ് ഫോസൻ വാട്ടർഫോൾ. ടോർഗാൾമെനിങ്ങൻ സ്ക്വയറിൽ നിന്നും ഈ യാത്ര ആരംഭിക്കാം. ബെർഗൻ നഗരത്തിലെ പ്രധാനപ്പെട്ട ചത്വരം. നഗരത്തിന്റെ ഏതാണ്ട് മധ്യഭാഗവും ഇത് തന്നെയാണെന്ന് പറയാം. ബ്രിഗനെ അപേക്ഷിച്ച് ടോർഗാൾമെനിങ്ങൻ സ്ക്വയറിൽ തിരക്ക് വളരെ കുറവാണ്. ചുറ്റിനും ആധുനികകാല നിർമ്മിതികളാണ് ഉയർന്നു നിൽക്കുന്നത്. ഇതിനിടയിൽ സ്ക്വയർ നീണ്ടുകിടക്കുന്നു. സന്ദർശകർക്ക് ഇരിക്കാനും വിശ്രമിക്കാനും വേണ്ട സൗകര്യങ്ങൾ മധ്യത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. സായന്തനങ്ങളിൽ സമയം ചെലവിടാനും സൗഹൃദം പങ്കുവയ്ക്കുവാനും നഗരവാസികൾ ഇവിടെ എത്തും. അതുകൊണ്ട് തന്നെ വൈകുന്നേരം ചത്വരം സന്ദർശിക്കുന്നതാണ് നല്ലത്. നിരവധി കാഴ്ചകൾ ടോർഗാൾമെനിങ്ങൻ സ്ക്വയറിലും ചുറ്റുവട്ടത്തുമായുണ്ട്. ചത്വരത്തിന്റെ മധ്യത്തിലായുള്ള സെയിലേഴ്സ് മോണുമെന്റ് ആണ് അതിലൊന്ന്. നോർവേയുടെ അതിസാഹസികമായ സമുദ്ര പര്യവേക്ഷണ ചരിത്രം ഓർമ്മിപ്പിക്കുന്ന സ്മാരകമാണിത്. വൈക്കിംഗ് കാലഘട്ടം മുതലുള്ള നോർവീജിയൻ പര്യവേക്ഷണ ചരിത്രം ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. സെയിന്റ് ജോൺസ് ദേവാലയമാണ് ഇവിടുത്തെ മറ്റൊരു കാഴ്ച. ഗോഥിക് റിവൈവൽ ശൈലിയിലുള്ള ഗംഭീരമായൊരു നിർമ്മിതിയാണിത്. ടോർഗാൾമെനിങ്ങൻ സ്ക്വയറിന് സമീപത്തുള്ള ചെറിയൊരു ഉദ്യാനമാണ് ബൈ പാർക്കൻ. പുൽത്തകിടിയും പൂച്ചെടികളും ഫൗണ്ടനും എല്ലാം ഉൾപ്പെടുന്ന മനോഹരമായൊരു ഉദ്യാനം. ടോർഗാൾമെനിങ്ങൻ സ്ക്വയറിന് സമീപത്തുള്ള മറ്റൊരു സ്ക്വയറാണ് ഫെസ്റ്റ് പ്ലാസൻ. വിശേഷ ദിവസങ്ങളിൽ പ്രമുഖർ പങ്കെടുക്കുന്ന ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത് ഇവിടെയാണ്. മലനിരകളുടെ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകവും തടാകത്തിലെ ഫൗണ്ടനും ഇവിടുത്തെ മറ്റ് കാഴ്ചകളാണ്.
ബെർഗൻ കത്തീഡ്രൽ കൂടി നമുക്ക് ഇവിടെ കാണേണ്ടതുണ്ട്. നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമാണിത്. 12ാം നൂറ്റാണ്ട് മുതൽ ആരംഭിക്കുന്ന ചരിത്രവും നിർമ്മാണത്തിലെ സൗന്ദര്യവും ബെർഗൻ കത്തീഡ്രലിനെ ഒരു ടൂറിസ്റ്റ് ആകർഷണമായി മാറ്റുന്ന ഘടകങ്ങളാണ്. ഇനി നമുക്ക് തിരക്കേറിയ നഗരഭാഗമായ ഫിഷ് മാർക്കറ്റ് ഏരിയയിലേക്ക് പോകാം. ഫിഷ് മാർക്കറ്റ് എന്ന് തന്നെയാണ് ഈ പ്രദേശം അറിയപ്പെടുന്നതും. നഗരത്തിലെ പ്രധാന ടൂറിസം സെന്ററാണിത്. വിനോദസഞ്ചാരികൾ സായാഹ്നങ്ങളിൽ ഒത്തുകൂടുന്ന ഇടം. 13ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ ഒരു മത്സ്യച്ചന്ത പ്രവർത്തിച്ചിരുന്നു. മത്സ്യബന്ധനം പ്രധാന തൊഴിലായിരുന്നതിനാലും മത്സ്യം ഭക്ഷണത്തിലെ പ്രധാന ഘടകമായിരുന്നതിനാലും മാർക്കറ്റിനും അതേ പ്രാധാന്യമുണ്ടായിരുന്നു. ഒരു ടൂറിസ്റ്റ് സെന്റർ ആയെങ്കിലും ഇന്നും മാർക്കറ്റ് നിലനിർത്തിയിട്ടുണ്ട്. ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്ത് ടൂറിസ്റ്റ് അട്രാക്ഷനായാണ് ഇപ്പോൾ ഫിഷ് മാർക്കറ്റിന്റെ പ്രവർത്തനം. വളരെ ലളിതമായ സൗകര്യങ്ങളോടെ ഓപ്പൺ സ്പേസിൽ ഒരുക്കിയിട്ടുള്ള മാർക്കറ്റ് പഴയ കാലത്തിന്റെ സ്മാരകം കൂടിയാകുന്നുണ്ട്. സ്റ്റാളുകളിൽ നിരത്തിയിട്ടുള്ള മത്സ്യങ്ങളിൽ നിന്നും ഇഷ്ടമുള്ളത് തെരഞ്ഞെടുത്ത് നൽകിയാൽ പാചകക്കാർ വേണ്ട രീതിയിൽ പാകം ചെയ്തു തരും. ഉള്ളിലെ പരിമിതമായ സൗകര്യങ്ങളിലിരുന്ന് കഴിക്കുകയും ചെയ്യാം. തനത് നോർവീജിയൻ വിഭവങ്ങളാണെന്നതാണ് ഫിഷ് മാർക്കറ്റിലെ ഭക്ഷണത്തിന്റെ ഒരു പ്രത്യേകത. വ്യത്യസ്തമായ രുചിയും രൂപവുമുള്ള ഭക്ഷണങ്ങൾ സന്ദർശകർക്ക് തികച്ചും പുതിയൊരു അനുഭവമായിരിക്കും. ഭക്ഷണത്തോടൊപ്പം ഉൾക്കടലിന്റെയും തീരത്തെ ക്ലാസിക് മന്ദിരങ്ങളുടെയും മനോഹരമായ കാഴ്ചകളും ഇവിടിരുന്ന് ആസ്വദിക്കാനാകും. ബെർഗനിലെ പ്രധാന ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്ററിന്റെ പ്രവർത്തനവും ഫിഷ് മാർക്കറ്റ് ഏരിയ കേന്ദ്രീകരിച്ചാണ്. ടൂറിസവുമായി ബന്ധപ്പെട്ട വിവിധ സൗകര്യങ്ങളെക്കുറിച്ചും ആക്ടിവിറ്റികളെക്കുറിച്ചും ഇവിടെ നിന്നും മനസ്സിലാക്കാം. അതുപോലെ താൽപ്പര്യമുള്ള ആക്ടിവിറ്റികൾക്ക് ബുക്കിംഗും നടത്താം. അടുത്തത് ബ്രിഗൻ. നഗരത്തിലെ ഏറ്റവും പുരാതനമായ ഭാഗങ്ങൾ സംരക്ഷിച്ചിട്ടുള്ള ഹിസ്റ്റോറിക് ഡിസ്ട്രിക്റ്റ് ആണ് ഇവിടം. ബെർഗൻ ഹാവൻ എന്നറിയപ്പെടുന്ന ഉൾക്കടൽ തീരം ബ്രിഗനിൽ ഉൾപ്പെടുന്നുണ്ട്. നഗരത്തിന്റെ മധ്യകാല സാമ്പത്തിക സാമൂഹിക പശ്ചാത്തലം ഓർമ്മിപ്പിക്കുന്ന പൗരാണിക നിർമ്മിതികൾ ഇവിടെ ശ്രദ്ധയോടെ സംരക്ഷിച്ചു വരുന്നു. പാരമ്പര്യം തകരാതെ നിലനിൽക്കാൻ യുനെസ്കോ അടക്കമുള്ള ഏജൻസികളുടെ സഹായവുമുണ്ട്. ബെർഗനിലെ ബ്രിഗൻ നമ്മെ നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് കൊണ്ടുപോകുന്ന നഗരഭാഗമാണ്. 13ഉം 14ഉം നൂറ്റാണ്ടുകളിലെ രൂപത്തിൽ തന്നെ ഈ പ്രദേശം നിലനിർത്തിയിരിക്കുന്നു. തീരത്ത് നിരന്നു നിൽക്കുന്ന ചുവപ്പും തവിട്ടും വെള്ളയും മഞ്ഞയും നിറങ്ങളിലുള്ള കെട്ടിടങ്ങളുടെ കൂട്ടം മറ്റെങ്ങുമില്ലാത്ത കാഴ്ചയാണ്. ത്രികോണാകൃതിയിൽ കൂർത്തുയരുന്ന മേൽക്കൂര ഈ നിർമ്മിതികൾക്ക് കൂടുതൽ ഭംഗി പകരുന്നുണ്ട്. ഒരു ഭാവനാ ചിത്രം പോലെയോ മിനിയേച്ചർ പോലെയോ ഒക്കെ തോന്നുന്ന ദൃശ്യാനുഭവം. കെട്ടിടങ്ങൾക്ക് മുൻപിൽ ബിയർ പാർലറുകളാണ് പ്രവർത്തിക്കുന്നത്. ചരിത്രവും പാരമ്പര്യവും സമ്മേളിക്കുന്ന മനോഹരമായ പശ്ചാത്തലത്തിന്റെ സത്ത ആവോളം നുകർന്നുകൊണ്ട് ഇവിടിരുന്ന് ഭക്ഷണം ആസ്വദിക്കുകയും വിശ്രമിക്കുകയും ചെയ്യാം. 62 പുരാതന മരക്കെട്ടിടങ്ങളാണ് ഇപ്പോൾ ബ്രിഗനിൽ സംരക്ഷിച്ചിട്ടുള്ളത്. പൂർണ്ണമായും മരം കൊണ്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്നുവെന്നത് ഇവയുടെ പ്രത്യേകതയാണ്. കെട്ടിടങ്ങളുടെ പിന്നിലേക്ക് ചെന്നാൽ നിർമ്മാണ രീതി കൂടുതൽ വ്യക്തമായി കാണാനും കഴിയും. ഇന്ന് ഈ കെട്ടിടങ്ങൾക്കുള്ളിൽ സുവനീർ ഷോപ്പുകളും റെസ്റ്റോറന്റുകളുമൊക്കെയാണ് പ്രവർത്തിക്കുന്നത്.
ബെർഗന്റെ സവിശേഷതയായ ലെയ്സ് വർക്ക് ചെയ്ത തുണികൾ, തുകൽ ഉൽപ്പന്നങ്ങൾ എന്നിവയൊക്കെ ഇവിടെ നിന്നും വാങ്ങാനാകും. സെയിന്റ് മേരീസ് ചർച്ചാണ് ബ്രിഗനിലെ മറ്റൊരു കാഴ്ച. 12ാം നൂറ്റാണ്ടിലെ നിർമ്മിതിയാണിത്. പല രൂപത്തിലും ആകൃതിയിലുമുള്ള ശിലാബ്ലോക്കുകൾ കൃത്യമായി അടുക്കിയുള്ള നിർമ്മാണ രീതി ഈ മന്ദിരത്തിന്റെ സവിശേഷതയാണ്. ലളിതമായ നിർമ്മാണമാണെങ്കിലും ഉൾഭാഗത്ത് കൊത്തുപണികളും ശില്പങ്ങളും നൽകി മനോഹരമാക്കിയിട്ടുണ്ട്. തീരത്ത് നങ്കൂരമിട്ടിട്ടുള്ള സ്റ്റാറ്റിസ്ട്രാഡ് ലേംകുൾ എന്ന കപ്പലും ബ്രിഗനിൽ കാണേണ്ട കാഴ്ചയാണ്. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പരിശീലനത്തിനായി നിർമ്മിച്ചതാണിത്. ലോകമഹായുദ്ധങ്ങളിൽ ബ്രിട്ടനും ജർമ്മനിയും പിടിച്ചടക്കുകയും യുദ്ധശേഷം വിട്ടുകൊടുക്കുകയും ചെയ്ത രസകരമായൊരു ചരിത്രവും ഈ കപ്പലിനുണ്ട്. ഇനി നമുക്കൊരു കോട്ട കാണാം. പേര് ബെർഗൻഹുസ്. തീരത്തോട് ചേർന്ന് തന്നെയാണ് കോട്ടയുടെ സ്ഥാനം. നോർവേയിലെ ഏറ്റവും പഴക്കം ചെന്ന കോട്ടയാണിതെന്നതാണ് ഒരു പ്രത്യേകത. കൂടാതെ നോർവേയിൽ ഏറ്റവും നന്നായി സംരക്ഷിച്ചിട്ടുള്ള കോട്ടയും ഇതുതന്നെയാണ്. 13ാം നൂറ്റാണ്ടിലായിരുന്നു കോട്ടയുടെ നിർമ്മാണം. ആ കാലത്തെ നിർമ്മാണ രീതികൾ ഇതിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാനാകും. വെട്ടിയൊതുക്കിയ കല്ലുകൾ നിരനിരയായി അടുക്കി ഉറപ്പിച്ചിട്ടുള്ള നിർമ്മാണ രീതിയാണിത്. ബെർഗൻ നോർവേയുടെ തലസ്ഥാനമായിരുന്ന കാലത്ത് രാജാവ് വസിച്ചിരുന്നതും ഭരണം കേന്ദ്രീകരിച്ചിരുന്നതും ഇവിടെയായിരുന്നു. പിന്നീട് കാലങ്ങളോളം സൈനികമായ ആവശ്യങ്ങൾക്ക് കോട്ട ഉപയോഗിച്ചു പോന്നു. പല കാലങ്ങളിലായി നിർമ്മിച്ച നിരവധി മന്ദിരങ്ങൾ കോംപ്ലക്സിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവയെല്ലാം അതാത് കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന സ്മാരകങ്ങൾ കൂടിയാണ്. പാലസ് കോർട്ട്യാർഡാണ് കോട്ടയിലെ പ്രധാന ഭാഗം. ഹാക്കോൺസ് ഹാൾ എന്ന ഓഡിറ്റോറിയം ഉൾപ്പെടെയുള്ള നിർമ്മിതികൾ ഇതിനു ചുറ്റുമായി സ്ഥിതി ചെയ്യുന്നു. റോസൻക്രാൻസ് എന്ന ടവറാണ് കോട്ടയിലെ മറ്റൊരു കാഴ്ച. കോട്ടയിലെ നിരീക്ഷണ പ്രതിരോധ വിഭാഗങ്ങൾ നിലയുറപ്പിച്ചിരുന്നത് ഇവിടെയാണ്. പല കാലങ്ങളിൽ നിർമ്മിച്ച ദേവാലയങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കോട്ടയുടെയും സൈന്യത്തിന്റെയും ചരിത്രം സൂചിപ്പിക്കുന്ന മ്യൂസിയമാണ് മറ്റൊരാകർഷണം. ഗൈഡുകളുടെ സഹായത്തോടെ കോട്ട കാണാനും കൂടുതൽ അറിയാനും ഇവിടെ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഇനി നമുക്ക് ബെർഗനിലെ ഏറ്റവും രസകരമായ ആക്ടിവിറ്റി എന്ന് വിശേഷിപ്പിക്കാനാവുന്ന ബോട്ട് ക്രൂസിലേക്ക് പോകാം. നോർവേയുടെ സവിശേഷതയായ ഫ്യോർഡ് എന്നറിയപ്പെടുന്ന ജലാശയങ്ങളിലൂടെയുള്ള രസകരമായ യാത്ര. ഹിമയുഗകാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന വലിയ ഹിമാനികൾ ഉരുകിയൊലിച്ച് രൂപം കൊണ്ട ആഴമേറിയ വിടവുകളിൽ കടൽവെള്ളം കയറിയാണ് ഫ്യോർഡുകൾ ഉടലെടുത്തത്. 100 മീറ്റർ മുതൽ 1 കിലോമീറ്റർ വരെ ആഴമുള്ള ഭാഗങ്ങൾ ഫ്യോർഡിലുണ്ട്. വശങ്ങൾ ചെങ്കുത്തായി മുകളിലേക്കും ഉയർന്നു പോകുന്നു. ഇത്തരത്തിലുള്ള 100 കണക്കിന് ഫ്യോർഡുകൾ ഉള്ള രാജ്യമാണ് നോർവേ. ഇവിടെ നാം ബെർഗന് സമീപത്തുള്ള പ്രധാനപ്പെട്ട ഫ്യോർഡുകളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. പ്രധാന കാഴ്ച വനങ്ങളും പാറക്കെട്ടുകളും ചെങ്കുത്തായി ഉയരുന്ന മലകളുമെല്ലാം നിറഞ്ഞ തനത് നോർവീജിയൻ ഭൂപ്രകൃതിയാണ്. ഫ്യോർഡിന്റെ തീരത്തെ നിരന്ന ഭാഗങ്ങളിൽ ധാരാളം ഗ്രാമങ്ങൾ കാണാനാകും.
ജനസംഖ്യ വളരെ കുറഞ്ഞ ഒറ്റപ്പെട്ട ഗ്രാമങ്ങൾ ലാൻഡ്സ്കേപ്പ് ചെയ്ത ഉദ്യാനം പോലെ മനോഹരമാണ്. അവിശ്വസനീയം എന്ന് തന്നെ തോന്നുന്നത്ര ഭംഗിയുള്ള ഗ്രാമങ്ങൾ. ഫ്യോർഡ് ക്രൂസിന് പലതരം പാക്കേജുകൾ ലഭ്യമാണ്. അര ദിവസമോ ഒരു ദിവസം മുഴുവനുമോ നീളുന്ന പ്ലാനുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. യാത്രയ്ക്കൊപ്പം രസകരമായ ഒട്ടേറെ ആക്ടിവിറ്റികളിലും ഏർപ്പെടാനാകും. ഫ്യോർഡുകളുടെ തീരത്തെ ഒറ്റപ്പെട്ട ഗ്രാമങ്ങൾ സന്ദർശിക്കുന്നതാണ് അതിലൊന്ന്. വിദേശികളായ ടൂറിസ്റ്റുകൾക്ക് ഫ്യോർഡുകളിലൂടെയുള്ള യാത്ര ഒരു അവിസ്മരണീയമായ അനുഭവമായിരിക്കുമെന്നത് തീർച്ചയാണ്. ഇനി പോകേണ്ടത് ബെർഗൻ നഗരത്തിന്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കാനാവുന്ന മലമുകളിലേക്കാണ്. മൗണ്ട് ഫ്ലോയൻ. നടന്നോ ഫണിക്കുലാർ ട്രെയിനിലോ അവിടേക്ക് എത്താം. സഞ്ചാരികൾ മിക്കവാറും കൗതുകകരമായ ട്രെയിൻ സർവീസാണ് തെരഞ്ഞെടുക്കുക. എന്നാൽ മലഞ്ചെരിവിലൂടെയുള്ള ഹൈക്കിങ്ങും വളരെ ആസ്വാദ്യകരമായ അനുഭവം തന്നെയാണ്. ഉരുക്ക് പടം കൊണ്ട് മുകളിലേക്ക് ഉയർത്തുന്ന ക്യാബിൻ ഘടിപ്പിച്ച ഫണിക്കുലർ ട്രെയിനിൽ കയറി 7 മിനിറ്റ് കൊണ്ട് മലമുകളിലെ സ്റ്റേഷനിലെത്താം. ഇവിടെ ടൂറിസ്റ്റുകൾക്കായുള്ള സുവനീർ ഷോപ്പും ഒരു റെസ്റ്റോറന്റും പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെയുള്ളത് മനോഹരമായി ഗ്രാനൈറ്റ് പാകിയ വ്യൂ പോയിന്റ് ആണ്. ബെർഗൻ നഗരത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും വിശാലമായ ആകാശ കാഴ്ച ആസ്വദിക്കാൻ പറ്റിയ ഒരിടം. കൃത്യമായ ആസൂത്രണത്തിലൂടെ നിർമ്മിച്ചിട്ടുള്ള നഗരം ഇവിടെ നിന്നും നോക്കുമ്പോൾ ഒരു ഗംഭീര കാഴ്ചയാകുന്നുണ്ട്. പല നിറങ്ങളിൽ ചായം പൂശിയ കെട്ടിടങ്ങൾ അതിനുള്ളിൽ നിറപ്പ് കിട്ടാറുന്ന ദൃശ്യവിസ്മയം തീർക്കുന്നു. പല പിരിവുകളിലായി ഉള്ളിലേക്ക് നീണ്ടുകിടക്കുന്ന ഉൾക്കടലിന്റെ രൂപം ഇവിടെ നിന്നും കണ്ടു മനസ്സിലാക്കാനാകും. ഇതിനെല്ലാം പുറമെ അങ്ങകലെ അറ്റ്ലാന്റിക് സമുദ്രവും കൂടിയാകുമ്പോൾ നോർവേയുടെ പടിഞ്ഞാറൻ തീരത്തിന്റെ ഭൂപ്രകൃതിയെപ്പറ്റി നമുക്കൊരു ഏകദേശ ചിത്രം ലഭിക്കും. മൗണ്ട് ഫ്ലോയനിലെ അടുത്ത ആകർഷണം പൈൻ മരങ്ങൾ നിറഞ്ഞ വനങ്ങളാണ്. ഇതിലൂടെ നിരവധി ട്രെയിലുകൾ നിർമ്മിച്ചിട്ടുണ്ട്. വഴിയിൽ പലയിടങ്ങളിലായി വ്യൂ പോയിന്റുകളും. ഗോത്ര സംസ്കാരത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് തയ്യാറാക്കിയ ദാരുശില്പങ്ങളാണ് വഴിയിലെ മറ്റൊരു കാഴ്ച. ഇവിടെ കുട്ടികൾക്കായി ഒരു പാർക്കും കൂടിയുണ്ട്. ചരിത്ര പ്രാധാന്യമുള്ള മറ്റൊരു കോട്ടയാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. ഫ്രെഡറിക്സ്ബർഗ് ഫോർട്ടസ്. ബെർഗനിലെ മേധാവിത്വത്തിനു വേണ്ടി യൂറോപ്യൻ ശക്തികൾക്കിടയിൽ പോരാട്ടം നടന്നിരുന്ന 17-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച പ്രതിരോധ സംവിധാനം. അന്ന് നോർവേ ഭരിച്ചിരുന്ന ഡാനിഷ് രാജാക്കന്മാരാണ് കോട്ട പണിതത്. ബ്രിട്ടീഷുകാരിൽ നിന്നുമുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കുകയായിരുന്നു ലക്ഷ്യം. അതുകൊണ്ട് തന്നെ സവിശേഷമായ രൂപഘടനയാണ് ഫ്രെഡറിക്സ്ബർഗ് കോട്ടയ്ക്കുള്ളത്. ഉള്ളിലൂടെ നടക്കുമ്പോൾ ഒട്ടൊക്കെ ദുരൂഹത തോന്നിക്കുന്ന തരം നിർമ്മാണ രീതി. കോട്ടയ്ക്കുള്ളിൽ പലയിടങ്ങളിലായി നിരവധി കെട്ടിടങ്ങൾ കാണാനാകും. പട്ടാളക്കാരുടെ താമസത്തിനും വെടിമരുന്നും ആയുധങ്ങളും സൂക്ഷിക്കുന്നതിനും മറ്റും ഉപയോഗിച്ചിരുന്നതാണ് ഇവ. ഇവിടെ നിന്നും തിരികെയുള്ള വഴിയിൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദേവാലയവും കൂടി സന്ദർശിക്കണം. നൈകിർക്കൻ എന്ന പഴയ പാരിഷ് ചർച്ച് 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് ഈ ദേവാലയം. ഇന്ന് കുട്ടികൾക്ക് നൽകുന്ന പ്രാധാന്യം കണക്കിലെടുത്ത് ചിൽഡ്രൻസ് കത്തീഡ്രൽ എന്നും ഇതറിയപ്പെടുന്നുണ്ട്. ഇനി കാണേണ്ടത് സവിശേഷമായൊരു ദേവാലയമാണ്.
നോർവേയുടെ വൈക്കിംഗ് കാലഘട്ടത്തിന്റെ സ്മാരകമായ ഫാൻഡോഫ്റ്റ് സ്റ്റേവ് ചർച്ച്. നഗരത്തിൽ നിന്നും 7 കിലോമീറ്റർ യാത്ര ചെയ്താൽ ചർച്ച് സ്ഥിതി ചെയ്യുന്നയിടത്ത് എത്താനാകും. 12-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ നിലനിന്നിരുന്ന സ്റ്റേവ് ചർച്ച് 1992 ഒരു തീപിടുത്തത്തിൽ നശിച്ചുപോയിരുന്നു. പിന്നീട് പൂർണ്ണമായും പുതുക്കി പണിതതാണ് ഇന്നു കാണുന്നത്. നോർവീജിയൻ പാരമ്പര്യത്തിന്റെ ഒരു ഉത്തമ സ്മാരകമെന്ന നിലയിൽ സ്റ്റേവ് ചർച്ചിനെ അതേ മാതൃകയിൽ പുനർനിർമ്മിക്കുകയായിരുന്നു. 12-ാം നൂറ്റാണ്ടിലെ നിർമ്മാണ രീതികൾ തന്നെയാണ് പുതുക്കിപ്പണിതപ്പോഴും ഉപയോഗിച്ചത്. എങ്കിലും നൂറ്റാണ്ടുകളുടെ പഴക്കം നൽകിയിരുന്ന സൗന്ദര്യം നഷ്ടമായിട്ടുണ്ടെന്നതാണ് യാഥാർത്ഥ്യം. ചരിഞ്ഞ് പല തട്ടുകളിലായി കൂർത്തുയരുന്ന മേൽക്കൂരയാണ് സ്റ്റേവ് ചർച്ചിന്റെ മുഖ്യ ആകർഷണം. ദുഷ്ടശക്തികളെ ആട്ടി അകറ്റും എന്ന വിശ്വാസത്തിൽ മേൽക്കൂരയിൽ കൊത്തിവെച്ചിട്ടുള്ള വ്യാളി രൂപങ്ങളാണ് മറ്റൊരു കാഴ്ച. പുറം പോലെ തന്നെ ചർച്ചിന്റെ ഉൾവശവും സവിശേഷമാണ്. സീസൺ അനുസരിച്ച് ചർച്ചിൽ പ്രവേശനത്തിന് നിയന്ത്രണങ്ങളുണ്ട്. വേനൽക്കാലത്ത് വിലക്കുകളൊന്നുമില്ല. എന്നാൽ ശൈത്യത്തിൽ സമയത്തിലും പ്രവേശിപ്പിക്കുന്നവരുടെ സംഖ്യയിലും വ്യത്യാസമുണ്ടാകും. ട്രോൾറ്റുംഗയാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. താഴെയുള്ള തടാകത്തിൽ നിന്നും ചെങ്കുത്തായി ഉയരുന്ന മലയുടെ മുകളിൽ നീട്ടിയ നാക്കെന്ന പോലെ നിലകൊള്ളുന്ന ശിലാഖണ്ഡം. ബെർഗനിൽ നിന്നും 3-4 മണിക്കൂർ യാത്ര ചെയ്ത് വേണം ഇവിടെ എത്താൻ. ട്രോളിന്റെ നാവ് എന്നാണ് ഈ പേരിന്റെ അർത്ഥം. ട്രോൾ എന്നത് സ്കാൻഡിനേവിയൻ ഐതിഹ്യങ്ങളിലെ ഭാവനാ കഥാപാത്രമാണ്. കാഴ്ചയിൽ പാറക്കെട്ടുകൾ നിറഞ്ഞ മലയോട് സാദൃശ്യമുള്ള ഭീമാകാര ജീവി. മലനിരകളോട് കൂടിയ നോർവീജിയൻ ഭൂപ്രകൃതിയാണ് ഈ ഭാവനയുടെ അടിസ്ഥാനം. അങ്ങനെയുള്ള ട്രോളിന്റെ നാക്ക് എന്ന വിശേഷണമാണ് ഈ കാണുന്ന ശിലാപാളിക്ക് നൽകിയിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിലൂടെ വലിയ പ്രചാരം നേടിയിട്ടുള്ള ഡെസ്റ്റിനേഷനാണിത്. ലോകമെമ്പാടും നിന്നുള്ള ടൂറിസ്റ്റുകൾ ഈ അത്യപൂർവ കാഴ്ച ആസ്വദിക്കാൻ എത്തുന്നുണ്ട്. എന്നാൽ 20 മുതൽ 27 കിലോമീറ്റർ വരെ നീളുന്ന ദുർഘടമായ മലമ്പാതയിലൂടെ യാത്ര ചെയ്തു വേണം മുകളിലെത്താൻ. നല്ല കായികശേഷിയുള്ളവർക്ക് പോലും ഒരു ദിവസം പൂർണ്ണമായും വേണ്ടിവരികയും ചെയ്യും. എങ്കിലും പാറക്കെട്ടുകളും വനങ്ങളുമെല്ലാം താണ്ടിയുള്ള യാത്ര ഒരിക്കലും വിഫലമായിട്ടില്ലെന്ന് ഇവിടെ എത്തുമ്പോൾ ബോധ്യമാകും. ട്രോൾറ്റുംഗയിൽ വലിഞ്ഞു കയറി അതിഗംഭീരമായ പശ്ചാത്തലം സാക്ഷിയാക്കി ഫോട്ടോ എടുക്കുക എന്നതാണ് സന്ദർശകരുടെ പ്രധാന വിനോദം. ശൈത്യത്തിൽ മഞ്ഞു മൂടി കിടക്കുമ്പോഴും ഇവിടേക്ക് സാഹസികമായി എത്താനാകും. അതിനായി പരിചയസമ്പത്തുള്ള ഗൈഡുകളുടെ സേവനവും ലഭ്യമാണ്. അവസാനമായി വോറിംഗ്സ്ഫോസൻ വെള്ളച്ചാട്ടം കാണാൻ പോകാം. ബെർഗനിൽ നിന്നും 1.5 മണിക്കൂർ മതിയാകും ഇവിടെ എത്താൻ. ഒരു പീഠഭൂമിയുടെ അരികിൽ നിന്നുമാണ് വെള്ളം കുതിച്ചു ചാടുന്നത്. തുടർന്ന് അത് മലയിടുക്കിലൂടെ മുന്നോട്ടൊഴുകി നീങ്ങുന്നു. മലയിടുക്കിലേക്ക് 2 വശങ്ങളിൽ നിന്നായി വീഴുന്ന ജലപാതത്തിന്റെ കാഴ്ചകൾ പല വശങ്ങളിൽ നിന്നായി കാണാനാകും. ഇതിനുവേണ്ടി പ്ലാറ്റ്ഫോമുകൾ അങ്ങിങ്ങ് പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ വശങ്ങളിലൂടെ വെള്ളച്ചാട്ടത്തിന് സമീപത്തേക്കും എത്താനാകും. സുരക്ഷാ വേലികൾ നൽകി പടിക്കെട്ട് പണി കഴിപ്പിച്ചുകൊണ്ടാണ് ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്.
പടികൾ താഴെ മലയിടുക്കിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള വ്യൂവിംഗ് ബ്രിഡ്ജ് വരെ നീളുന്നു. ചരിവുകളിലൂടെ വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും താഴ്ഭാഗത്തേക്ക് പോകുന്ന സാഹസിക ട്രെക്കിംഗ് ആണ് ഇവിടുത്തെ മറ്റൊരു ആക്ടിവിറ്റി. ഹിമാനികളിൽ നിന്നുള്ള വെള്ളമാണ് വോറിംഗ്സ്ഫോസൻ വെള്ളച്ചാട്ടത്തിലൂടെ കുതിച്ചൊഴുകുന്നത്. വേനലിൽ ചൂട് കനക്കുന്നതോടെ ജലത്തിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് സമ്മറാണ് വോറിംഗ്സ്ഫോസൻ സന്ദർശിക്കാൻ ഉത്തമം. ജനസംഖ്യ താരതമ്യേന കുറവായ ശാന്തമായ ഒരു ചെറിയ നഗരമാണ് ബെർഗൻ. എന്നാൽ ഈ നഗരത്തിന്റെ ചരിത്രം സംഭവബഹുലവും കാഴ്ചകൾ വൈവിധ്യമാർന്നതുമാണ്. സവിശേഷമായ സംസ്കാരം കാത്തുസൂക്ഷിക്കുന്ന ഈ നോർവീജിയൻ നഗരത്തിൽ അറിയാനും ആസ്വദിക്കാനും ഏറെയുണ്ട്. എത്ര കണ്ടാലും മതിയാവില്ലെന്നതാണ് ബെർഗൻ നഗരത്തിന്റെ പ്രത്യേകത.